ഒരിക്കൽ വിഷ്ണു ഭഗവാൻ കൈലാസത്തിലേക്ക് പോയി. അവിടെ ശിവഭഗവാനെ കാണാൻ അകത്തേക്ക് കടക്കുന്നതിനു മുമ്പ് തന്റെ ശക്തമായ ആയുധമായ സുദർശന ചക്രം പുറത്തുവച്ചു. അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞൻ ഗണപതി ആ ചക്രം കണ്ടു. ഇതെന്താ ഇത്ര മനോഹരം എന്ന് വിചാരിച്ച ഗണപതി അതുമായി കളിച്ചു. പിന്നെ തമാശയായി അതിനെ വായിലിട്ട് വിഴുങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് വിഷ്ണു ഭഗവാൻ പുറത്തു വന്നു. എന്റെ ചക്രം എവിടെ? അദ്ദേഹം എല്ലായിടത്തും തിരഞ്ഞു, കിട്ടിയില്ല. അവസാനം തന്റെ ദിവ്യശക്തിയാൽ നോക്കിയപ്പോൾ ഗണപതി അതിനെ വിഴുങ്ങിയെന്ന് മനസ്സിലായി. വിഷ്ണു ഭഗവാൻ ഗണപതിയോട് അപേക്ഷിച്ചു, ദയവായി എന്റെ ചക്രം തിരികെ തരൂ. പക്ഷേ ഗണപതി ഉടനെ സമ്മതിച്ചില്ല. അപ്പോൾ വിഷ്ണു ഭഗവാൻ ഒരു രസകരമായ കാര്യം ചെയ്തു. തന്റെ 2 കൈകളും കാതുകളിൽ പിടിച്ച് നമസ്കരിച്ച് എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്തു. ഇത് കണ്ട ഗണപതി പൊട്ടിച്ചിരിച്ചു. അവന്റെ ചിരിയോടൊപ്പം സുദർശന ചക്രം പുറത്തേക്ക് വന്നുപോയി. അങ്ങനെ വിഷ്ണു ഭഗവാന് തന്റെ ആയുധം തിരികെ കിട്ടി. അന്നു മുതൽ ഗണപതി ഭഗവാനെ സന്തോഷിപ്പിക്കാൻ കാത് പിടിച്ച് ഏത്തമിടുന്നത് ഒരു ആരാധനാ രീതിയായി മാറി.